ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിക്കൂസ് വണ്ടർ വേൾഡ്. ഇന്നത്തെ പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടാനായിട്ട് നമ്മൾക്കൊരു യാത്ര പോയാലോ? ഇങ്ങോട്ടാണെന്നല്ലേ? സൗത്ത് ആഫ്രിക്കയിലേക്ക്. ലെറ്റ്സ് ഗോ. ദാ അവിടുത്തെ ഒരു മരുഭൂമിയിലെത്തി നമ്മൾ. അപ്പോൾ കൂട്ടുകാർ വിചാരിക്കും ഒട്ടകത്തിനെ കാണിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അതൊന്നും അല്ല കേട്ടോ. ഇവിടുത്തെ മരുഭൂമിയിലെ വേറൊരു കൂട്ടുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അവൻ്റെ പേരാണ് മിയർ ക്യാറ്റ്. പേരിൽ ക്യാറ്റ് ഉണ്ടെങ്കിലും ഇത് പൂച്ചയൊന്നും അല്ല കേട്ടോ. അവർ മംഗൂസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. മരുഭൂമിയിൽ മാളങ്ങൾ ഉണ്ടാക്കിയാണ് അവർ ജീവിക്കാറ്. കുഴികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ ഭയങ്കര സൂപ്പറാണ്. മരുഭൂമിയിലെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ അവരുടെ ആ മാളങ്ങൾക്ക് പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അവരുടെ കയ്യിലെ നഖങ്ങൾ കൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണത്. കൂടാതെ അവരുടെ ചെവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ചെവി അവർക്ക് അടച്ചു വെക്കാൻ സാധിക്കും. അതുകൊണ്ട് കുഴിയെടുക്കുന്ന വേസ്റ്റൊന്നും അവരുടെ ചെവിയിൽ കയറി പോവില്ല. നമ്മളൊക്കെ ചൂടത്ത് ഒരു സൺഗ്ലാസസ് യൂസ് ചെയ്യാറില്ലേ? അതുപോലെ അവർക്കുമുണ്ട് ഒരു സൺഗ്ലാസ്. അവരുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അവർ സൺഗ്ലാസസ് ആയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെയിലത്ത് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാ മിയർ ക്യാറ്റിനും പുറത്ത് കറുത്ത വരകളുണ്ട്. ഈ വരകൾ എല്ലാവർക്കും വേറെ വേറെയാണ്, നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെ. ഇവർക്ക് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വിശ്വസിക്കുമോ? അവരുടെ വാലുപയോഗിച്ച് ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ക്യാറ്റ്സ് എപ്പോഴും കൂട്ടമായിട്ടാണ് ജീവിക്കുക. അവരുടെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ടാവും. ആ കൂട്ടത്തിന് പറയുന്ന പേരാണ് മോബ്. മോബിൽ എല്ലാവർക്കും ഓരോരോ ജോലികളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരു കൂട്ടുകാർ കാവൽക്കാരായി നിൽക്കും. അവരുടെ ജോലിയാണ് ശത്രുക്കൾ വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുന്നത്. വേറൊരു കൂട്ടർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം നോക്കും. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധ ആവശ്യമാണ്. വേറൊരു കൂട്ടർ വേട്ടയാടാനും പോകും. എന്തൊക്കെയാണെന്നോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏളുകളും വണ്ടുകളും അട്ടകളും ചില മുട്ടകളും ചിലന്തിയും എല്ലാം ഇവർ കഴിക്കാറുണ്ട്. വേണ്ടി വന്നാൽ പാമ്പിൻ്റെ വരെ കഥ ഇവർ തീർക്കും. കാരണം തേളിൻ്റെയും പാമ്പിൻ്റെയും വിഷമൊന്നും ഇവരെ ബാധിക്കില്ല. കാവൽക്കാരായിട്ടുള്ള മിയർ ക്യാറ്റുകൾ എപ്പോഴും വളരെ ശ്രദ്ധയുള്ളവരാണ്. ശത്രുക്കളെ കണ്ടാൽ അവർ ഉടൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനവർക്ക് ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇവരുടെ ശത്രുക്കൾ ആരാണെന്ന് അറിയണ്ടേ? പരുന്തുകളും ചെന്നായകളും എല്ലാവരും ഇവരെ ആക്രമിക്കാറുണ്ട്. എങ്കിലും മിയർ ക്യാറ്റിൻ്റെ പ്രധാന ശത്രു മിയർ ക്യാറ്റ് തന്നെയാണ്. മിയർ ക്യാറ്റ്സിൻ്റെ രണ്ട് ടീമും കൂടെ അടികൂടും. എന്തിനാണെന്നോ? അവരുടെ സ്ഥലം കിട്ടാൻ വേണ്ടി തന്നെ. ഒരു യുദ്ധം തന്നെ അവർ നടത്തിക്കളയും. എതിർ ടീമിനെ പേടിപ്പിക്കാനായി മിയർ ക്യാറ്റ്സ് വാലും പൊക്കി ദേഷ്യത്തോടെ ഓടി വരും. ഇതിനെ പറയുന്ന പേരാണ് വാർ ഡാൻസ്. ഇവർ ഫൈറ്റ് ചെയ്ത് വേറെ മിയർ ക്യാറ്റ്സിനെ കൊല്ലുക വരെ ചെയ്യും. ഇവരുടെ മരണത്തിൻ്റെ പ്രധാന കാരണം ഈ കൊലപാതകം തന്നെയാണ്. പകൽ സമയത്താണ് മിയർ ക്യാറ്റ്സ് കൂടുതൽ ആക്റ്റീവായിരിക്കുക. ചില സൂകളിലൊക്കെ ഇവരെ സന്ദർശിക്കാറുമുണ്ട്. മരുഭൂമിയിലായതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാണ്ട് ജീവിക്കാനും ഇവർക്ക് സാധിക്കും. മരുഭൂമിയിൽ മാത്രമല്ല, പുൽമേട്ടിലും ഇവർക്ക് ജീവിക്കാൻ സാധിക്കും. അപകടമുണ്ടെന്ന് കണ്ടാൽ മനുഷ്യരെയും ഇവർ ആക്രമിക്കാറുണ്ട്. മിയർ ക്യാറ്റിനെ എവിടെയെങ്കിലും കണ്ടുപരിചയം തോന്നുന്നുണ്ടോ കൂട്ടുകാർക്ക്? ലയൺ കിങ് സിനിമയിലെ ഒരു ക്യാരക്ടർ മിയർ ക്യാറ്റാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ എങ്ങനെയാ കൂട്ടുകാർക്ക് നമ്മുടെ മിയർ ക്യാറ്റിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ ഫ്രം ചിക്കൂസ് വണ്ടർ വേൾഡ്.